വിനു പ്ലംബിംഗ് കൺസൾട്ടൻറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൺസീൽഡ് ഫ്ലഷ് ടാങ്കിന് നോൺ പ്രഷർ വേണോ പ്രഷർ വേണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പൊതുവെ പ്ലംബിങ്ങുകാരുടെ ഇടയിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. അതിനൊരു ചെറിയ ക്ലാരിറ്റി വരുത്താമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും അതിന് ഇപ്പോഴും അവർക്കൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടില്ല. പൊതുവെ എല്ലാവരും പ്രഷറും നോൺ പ്രഷറും ഉണ്ടെങ്കിൽ തന്നെ ബൂസ്റ്റർ പമ്പ് വെക്കുന്നുണ്ടെങ്കിൽ കൂടി നോൺ പ്രഷർ ലൈൻ ഒരെണ്ണം എല്ലാ ബാത്റൂമുകളിലേക്ക് എത്തിക്കാറുണ്ട്. അത് ഫ്ലഷ് ടാങ്കിലേക്ക് കൊടുക്കാറുണ്ട് ഒരു ലൈൻ ഹെൽത്ത് ഹോസ്റ്റലിലേക്കും കൊടുക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ പറയുന്നത് പ്രഷർ ലൈൻ കൊടുത്താലും നമുക്ക് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഹെൽത്ത് ഹോസ്പിറ്റലിലും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൽ പ്രഷർ ലൈൻ കൊടുത്താലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കമ്പനിക്കാർ ചെറിയൊരു ആംഗിൾ കോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളത്തിൻ്റെയും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വെള്ളം കുറച്ച് വയ്ക്കുകയാണെങ്കിൽ പ്രഷറും കുറയും, വെള്ളവും കുറയും. അപ്പം പിന്നെ നമുക്ക് ഈ സിസ്റ്റം അതിൻ്റെ ഉള്ളിലത്തെ സിസ്റ്റം കംപ്ലൈൻ്റ് ആവുമെന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. പിന്നെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടുമ്പോൾ അതിൻ്റെ ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ ട്യൂബ് വലിഞ്ഞ് നീളം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഇതേമാതിരി ആംഗിൾ കോക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹെൽത്ത് ഹോസ്പിറ്റൽ കണക്ട് ചെയ്യുന്നത്. ആംഗിൾ കോക്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും സൊല്യൂഷനായി. പലപ്പോഴും അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ മുമ്പൊക്കെ നോൺ പ്രഷർ ലൈനൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്, നോൺ പ്രഷർ കൊടുത്തിരുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോഹയുടെ ഒരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഒരു സൈറ്റിൽ ഞങ്ങൾ വെച്ചു. അത് കുറേ കഴിഞ്ഞപ്പോൾ അല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൽ സാധാരണ കരട് കയറി കഴിഞ്ഞാൽ ചെറിയ മൈനോട്ട് കരട് കയറി കഴിഞ്ഞാൽ ലീക്ക് വരാറുണ്ട്. അത് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാറുണ്ട് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൽ. അപ്പോൾ അത് നമ്മൾ ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കും, നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ കൂടി ഇത് വാറൻറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ കമ്പനിക്കാരെ രജിസ്റ്റർ ചെയ്തിട്ട് അവർ വന്നിട്ട് നോക്കി അത് ക്ലിയർ ആക്കിയിട്ടാണ് പറയുന്നത്. ഇത് അവർ 1-2 പ്രാവശ്യം വന്നത് ഒരു കരട് വന്ന് നോക്കി പോയിട്ട് അത് ശരിയായില്ല. അവസാനമാണ് അവർ പറയുന്നത് അത് പ്രഷർ കുറഞ്ഞിട്ടാണ്. അത് ഫസ്റ്റ് ഫ്ലോറിലത്തെ ബാത്റൂമായിരുന്നു. അപ്പോൾ അതിൽ പ്രഷർ കുറവാണ് അവർ പറയുന്നത്. പ്രഷർ കുറവായതുകൊണ്ടാണ് അതിൽ ഇത് വർക്ക് ചെയ്യാതിരുന്നത്. ഒരു ബാറെങ്കിലും മിനിമം ഇത് പ്രഷർ വേണമെന്നാണ് അവർ അതിന് പറയുന്നത്. അപ്പോൾ പ്രഷർ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോൺ പ്രഷർ മാറ്റി കണക്ഷൻ പിടിച്ച് പ്രഷറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ക്ലിയറായി. അവരത് ക്ലിയറാക്കി അത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ പ്രഷർ നിർബന്ധമൊന്നുമില്ല. പ്രഷറായാലും അത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ കമ്പനിക്കാർ പ്രത്യേകിച്ച് പ്രഷർ വേണമെന്നോ നോൺ പ്രഷർ വേണമെന്നോ ഒന്നും എവിടെയും അങ്ങനെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആരോടും പറഞ്ഞതായിട്ടുള്ള അറിവൊന്നുമില്ല. കമ്പനിക്കാരെ പ്രത്യേകിച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഇത് കണക്ഷൻ കൊടുക്കാവുന്നതാണ്, പ്രഷർ ലൈൻ കൊടുക്കാവുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല. ഇത് വാൽവ് ഉണ്ട് ഓൾറെഡി. അതിൽ ആംഗിൾ കോക്ക് ചെറിയൊരു ഫ്ലഷ് ടാങ്കിനുള്ളിൽ ചെറിയൊരു ആംഗിൾ കോക്ക് ഉണ്ട്, ഹെൽത്ത് ഹോസ്റ്റലിലും ഉണ്ട്. നമ്മൾ ആംഗിൾ കോക്ക് കൊടുത്തിട്ടാണ് ഹെൽത്ത് ഹോസ്റ്റൽ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ആ ധൈര്യം നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിൽ വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു ടെൻഷൻ അടിക്കേണ്ട കേസില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള വീഡിയോസ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്ന വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ഷെയറും ലൈക്കൊക്കെ ആയിട്ട് ഒന്ന് പ്രോത്സാഹിക്കുക. താങ്ക് യു.